ജൂനിയർ ജിയോ ഫിസിസ്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ആവറേജ് ഡെപ്ത് ടു ദ സീസ്മിക് മോഹോ അണ്ടർ ദ എർത്ത്സ് കോണ്ടിനെന്റൽ സർഫേസ് ഈസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, മൊഹറോവിച്ചിസ് ഡിസ്കണ്ടിന്യൂറ്റി അതാണ് ശരിക്കും എന്തെന്നറിയപ്പെടുന്നത്. മൊഹറോവിച്ചിസ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്നറിയപ്പെടുന്നത്. മോഹോ MOHO ഇസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ എർത്ത്സ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. ഇപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റും അപ്പർ മാൻഡിലും തമ്മിലുള്ള ബൗണ്ടറിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, മോഹോ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭൂഖണ്ഡ ഭാഗത്തെ, അതായത് കോണ്ടിനെന്റൽ സർഫേസിനെ ആണ് നമ്മൾ ഭൂഖണ്ഡ ഭാഗം എന്ന് പറയുന്നത്. അത് താഴ്ചയിലേക്ക് പോകുമ്പോൾ ക്രസ്റ്റ് കഴിഞ്ഞ് മാൻഡിൽ പ്രവേശിക്കുന്ന ഇടത്തെയാണ് നമ്മൾ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഏത് ഭാഗമാണ്? ക്രസ്റ്റ് കഴിഞ്ഞ് മാൻഡിലോട്ട് പ്രവേശിക്കുന്ന ഭാഗം. അതാണ് നമ്മൾ അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത്. എർത്ത് ക്രസ്റ്റിൻ്റെയും അപ്പർ മാൻഡിലും തമ്മിലുള്ള ബൗണ്ടറി ആണ് നമ്മൾ ശരിക്കും മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭൂഖണ്ഡ ഭാഗത്തിനിടയിൽ മോഹോയുടെ ശരാശരി ആഴം ഏകദേശം 35 കിലോമീറ്റർ ആണ്. എത്രയാണ്? 35 കിലോമീറ്റർ. അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്. അത് നമ്മൾ പറഞ്ഞു ഭൂഖണ്ഡ ഭാഗത്തിനടിയിൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ, സർഫസിൽ, ഭൂഖണ്ഡ ഭാഗം എന്ന് പറയുമ്പോൾ കോണ്ടിനെന്റൽ സർഫസിൽ 35 കിലോമീറ്റർ ആണ് അതിൻ്റെ ശരാശരി ആഴം, 35 കിലോമീറ്റർ. ഓഷ്യാനിക് ക്രസ്റ്റിൽ ഇത് കുറഞ്ഞതാണ്. സാധാരണയായി 5 മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഇത് ഓഷ്യാനിക് ക്രസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ അത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ കോണ്ടിനെന്റൽ സർഫസ് ആണോ ഓഷ്യാനിക് ക്രസ്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് നോക്കണം. ഓഷ്യാനിക് ക്രസ്റ്റ് ആണെങ്കിൽ അത് 5 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. അതേസമയം കോണ്ടിനെന്റൽ സർഫസിലാണെങ്കിൽ അത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്. പക്ഷേ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ കൂടുതലായിട്ടുള്ളതിനാൽ അതിന് കീഴിൽ മോഹോയുടെ ആഴം കൂടുതലായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ കൂടുതലുള്ളതല്ലേ, അപ്പോൾ അത് കൂടുതലായിട്ടുള്ളതിനാൽ അതിന് കീഴിൽ മോഹോയുടെ ആഴം കൂടുതലായിരിക്കും. അതിനാലാണ് 35 കിലോമീറ്റർ എന്ന് ശരിയായ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.